നമ്മുടെ ലൈഫിൽ എല്ലാവരോടും ഒരുപാട് ഫ്രണ്ട്ലി ആകുമ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കാരണം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒരേ രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ ഒരുപോലെ സൗഹൃദം പങ്കുവെക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക. നമ്മൾ പറയാറുണ്ട് പാത്രം അറിഞ്ഞേ വിളമ്പാവുന്നു. അപ്പോൾ ആൾക്കാരുടെ ആളും തരവും നോക്കിയിട്ട് മാത്രം എല്ലാവരോടും ഒരുപാട് ഫ്രണ്ട്ലി ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫീഷ്യലൊക്കെ ഒരു ഹയറാർക്കി അനുസരിച്ച് നമ്മുടെ പൊസിഷൻ പോലും നോക്കാതെ നമ്മൾ നമ്മളെക്കാൾ വളരെ താഴെയുള്ളവരോട് ഒരുപാട് സ്നേഹവും സൗഹൃദവും ഒക്കെ കാണിക്കുമ്പോൾ പലപ്പോഴും അത് അവർ പിന്നെ നമ്മളെ ഉപദേശിക്കാനും അല്ലെങ്കിൽ ആളാകാനൊക്കെ ഉള്ളൊരു അവസരമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ വരാം. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്ന് ആൾക്കാരെ മനസ്സിലാക്കി ഒന്ന് പെരുമാറുക എന്നുള്ളത്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അവരൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ ഒഫീഷ്യലി നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിൽ വയ്ക്കുക. നമുക്ക് തന്നെ ഒരുപാട് വർക്ക് ലോഡ് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ വളരെ ഫ്രണ്ട്ലിയാണ്, നമുക്ക് നോ പറയാൻ അവിടെ ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് അത്രയ്ക്ക് സൗഹൃദങ്ങളാണ്, നമ്മൾ അവിടെ ആ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ മാത്രമല്ല നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻ്റ് ആകുമ്പോൾ, ഓവർ ഇമോഷണലി നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോൾ പലപ്പോഴും അത് നമ്മളെ പല സാഹചര്യങ്ങളിലും നമുക്കത് മാനസികമായിട്ട് വളരെയധികം വിഷമം തരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരോട് ഒന്ന് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. ആള് അറിഞ്ഞ് മാത്രം നമ്മൾ ആ ഒരു സ്നേഹം കാണിക്കാൻ പോവുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.